ഇന്ന് നമ്മോടൊപ്പം ഈ റമദാൻ അക്രോസ് ദ വേൾഡ് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുചേരുന്നത് ബഹുമാനനായ ആദിലാണ്. സ്ലൊവേനിയ എന്ന് പറയുന്ന രാജ്യമാണ് സ്ലൊവേനിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൽ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ക്ലാരിറ്റി ഉണ്ട്. കുഴപ്പമില്ല. അതിൽ എന്താണ് സ്ലൊവേനിയ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് നമ്മൾ പീസ് റേഡിയോ ശ്രോതാക്കളോട് പറയാനുള്ളത് എന്താ? സ്ലൊവേനിയനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു താമസിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു രാജ്യമാണ്. വെരി പീസ്ഫുൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഓക്കെ. പൊതുവെ ഒരു ചെറിയൊരു രാജ്യമാണ്. ഇപ്പൊ നമ്മളെ ആ കേരളത്തിന്റെ പകുതി വലുപ്പേ ഉള്ളൂ. ഇത് സൈസ് വളരെ ചെറുതാണ്. ജസ്റ്റ് നിങ്ങൾ സ്ലൊവേനിയ എന്നാണെന്ന് പറഞ്ഞപ്പോഴേ മാപ്പൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ ഒരു രാജ്യമാണ്. ചെറിയ രാജ്യമാണ്. ഈ ഓസ്ട്രിയന്റെ ഇറ്റലിന്റെ ഇറ്റലിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കുടുങ്ങി കിടക്കുന്ന പോലെയാണ് മാപ്പിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ അവിടെ എത്തി? ഇത്രയും ചെറിയ രാഷ്ട്രത്തിൽ ഞാനിവിടെ സ്റ്റുഡന്റ് വിസയിൽ കയറിയതാണ്. കയറിയിട്ട് അധികം സമയമായിട്ടില്ല, ഒരു 2 വർഷമായിട്ടുള്ളൂ. നിങ്ങൾ നാട്ടിലെവിടെ, നാട്ടിലത്തെ അവസ്ഥയും കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്തി ആദ്യം. നാട്ടില് ഞാൻ തിരൂര് മങ്ങലാണ്, മലപ്പുറം ഡിസ്ട്രിക്ട്. കേട്ടിട്ടുണ്ടോ? ഓ തീർച്ചയായിട്ടും. അപ്പോൾ സ്റ്റുഡന്റ് വിസയിലാണ് അവിടെ എത്തിയത്. ഇപ്പോഴും സ്റ്റുഡന്റ് ആയിട്ടാണോ അവിടെ ഉള്ളത്, അതോ വേറെ ഏതെങ്കിലും ജോലിയിലാണോ? അല്ല, ഇപ്പൊ ചേഞ്ച് ചെയ്തിരിക്കണം. ഇപ്പൊ വിസ ചേഞ്ച് ചെയ്തിരിക്കണം. വർക്ക് വിസയിലേക്ക് മാറിക്കുന്നു. നിങ്ങൾ ശരിക്കും ആക്ച്വലി വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? എന്താണ് നിങ്ങളുടെ ഒരു ജോലി കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ നാട്ടില് ഞാൻ MBA കഴിഞ്ഞതാണ്. വർക്ക് ചെയ്യുന്നത് ഈ ഓഡിറ്റിംഗ് അങ്ങനത്തെ ഫീൽഡിലായിരുന്നു. ഇവിടെ ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു കമ്പനിയിൽ, ഒരു കാറിന്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ഒരു ക്വാളിറ്റി പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ജോലി ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ 5:32 13 ആൻഡ് വാട്ട് ഇസ് ദ ടൈം ഇൻ സ്ലൊവേനിയ? ഇവിടെ ശരിക്കും 4.5 മണിക്കൂറാണ് വ്യത്യാസം ഉള്ളത്. ഇപ്പൊ ഇവിടെ 1:30 നിങ്ങൾക്ക് ഉച്ചയായിട്ടുള്ളൂ. ഉച്ചയായിട്ടുള്ളൂ. ജോലി സമയം എപ്പോഴാണ്? ജോലി സമയം കമ്പനി പ്രൊഡക്ഷൻ കമ്പനി ആയതിന്റെ പേരില് 3 ഫുൾ ടൈം വർക്കിംഗ് ആണ് കമ്പനി. ഇപ്പൊ ഫസ്റ്റ് ഷിഫ്റ്റ് വരുന്നുണ്ട്, സെക്കൻഡ് ഷിഫ്റ്റ് വരുന്നുണ്ട്, തേർഡ് ഷിഫ്റ്റ്, അങ്ങനെ 3 ഷിഫ്റ്റ് ആണ് വരുന്നത്. അതില് ഇപ്പൊ നോമ്പായതിന്റെ പേരിൽ ഞാൻ സെക്കൻഡ് ഷിഫ്റ്റ് എടുക്കാറില്ല. ഫസ്റ്റും പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആണ് എടുക്കാറ്. പിന്നെ ഇനിയിപ്പോ ഒരു 10 ദിവസം ലീവ് എടുക്കാന്ന് വിചാരിച്ച്. ലാസ്റ്റ് 10 അടിപൊളി, മാഷാ അല്ലാ. ഈ സ്ലൊവേനിയ എന്ന് പറയുമ്പോൾ ഒരു യൂറോപ്യൻ രാജ്യമായതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദ കണ്ടീഷൻ, അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? ഇസ്ലാം, മുസ്ലിങ്ങൾ, പള്ളികൾ, അവിടുത്തെ നിങ്ങളുടെ നോമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. നമ്മളൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജിദ്ദി എന്നുള്ള അമീർ എന്ന ശ്രോതാവ് ചോദിച്ചതാ. ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് സ്ലോവേനിയൻ ലാംഗ്വേജ് ആണ്, ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ജർമ്മനൊക്കെ അറിയാം. പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ, ഇവരുടെ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ. പിന്നെ ഇംഗ്ലീഷ് നമുക്ക് യൂസ് ചെയ്യാം, കമ്പനിയിലും ഇതിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പോ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇപ്പൊ നമ്മൾ ഇവരെ കമ്പ്യൂട്ടറൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവരുടെ ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക. മലയാളികളുണ്ടോ അവിടെ? ഇപ്പൊ എവിടെ നോക്കുകയാണെങ്കിലും മലയാളികളെ കാണാം. ഇപ്പൊ എന്തൊക്കെയാണ് അവിടുത്തെ പള്ളികളുടെ സിസ്റ്റം? പള്ളി ഇവിടെ ഇതിപ്പോ ഞാൻ താമസിക്കുന്നത് ഇവിടുത്തെ സ്ലൊവേനിയത്തെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. ലുബ്ലിയാനാണെന്ന് പേര് കേട്ടിട്ടുണ്ടോ? ലുബ്ലിയാന, ക്യാപിറ്റൽ ഓഫ് സ്ലൊവേനിയ. വരുന്നതിന് മുന്നേ അതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഇനി അടുത്ത് നമ്മൾ പീസ് റേഡിയോയില് മറ്റേ പ്രേക്ഷകരോട് ചോദിക്കാനുള്ള സ്ലൊവേനിയയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് നമ്മൾ ചോദിക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങള് പറയൂ അവിടുത്തെ ക്യാപിറ്റൽ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. ഇവിടെ ക്യാപിറ്റൽ സിറ്റിയില് ഏകദേശം ഒരു 5 പള്ളി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനാകെ 2 പള്ളിയെ കണ്ടിട്ടുള്ളൂ. എനിക്ക് പിന്നെ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അതിൽ ഒരു പള്ളി ഉണ്ട്, വലിയൊരു പള്ളിയാണ്. പക്ഷെ അവിടെ ഞാൻ കൂടുതലായിട്ട് പോവാറില്ല. പിന്നെ ഒരു ചെറിയ പള്ളിയാണ്. ആ പള്ളി ഉള്ളത് നമുക്ക് പുറമേക്ക് അതൊരു പള്ളിയായിട്ട് കാണില്ല, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലായിരിക്കും. ചെറിയൊരു പള്ളിയാണ്. പക്ഷെ അവിടെ നല്ല നല്ല അടിപൊളി മുസ്ലിംസും മാഷാ അല്ലാഹ് ഭയങ്കര കറക്റ്റ് ഖുറാനും സുന്നത്തും അനുസരിച്ചിട്ട് ഫോളോ ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള മുസ്ലിംസ്. ഞാൻ ഇവിടെ യൂറോപ്പിൽ ഇങ്ങനത്തെ ഒരു
നല്ല തെക്കോട് കൂടിയിട്ടുള്ള ഒരു മുസ്ലിംസിനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ അവരുടെ ദീന് കാണുമ്പോൾ നമുക്ക് തന്നെ ഇൻസ്പയർഡ് ആവും, നമുക്ക് കൂടുതൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. മാഷാ അല്ലാ. ഓക്കെ. നോമ്പ് തുറക്കാനുള്ള സംവിധാനങ്ങൾ പള്ളികളിൽ ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ ഈ പോകുന്ന പള്ളിയിലുണ്ടോ? ഇവിടെ ആ പള്ളിയിൽ നല്ല സൗകര്യമുണ്ട്, ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് വരാറുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് ഇവിടെ അറബ്സ് ഒരുപാട് കയറി വരുന്നുണ്ട്, മറ്റേ തുനീഷ്യ, മൊറോക്കോ, അൾജീരിയ എന്നുള്ള രാജ്യത്തൊക്കെ. അവര് ജോലി ആവശ്യാർത്ഥോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ? അപ്പൊ അല്ല, അവര് ജോലി ആവശ്യമായിട്ടാണ്. അവര് പിന്നെ ഈ ആഫ്രിക്കൻ കൺട്രി ആയതുകൊണ്ട് ഈ റെഫ്യൂജി എന്നുള്ള രീതിയിൽ അവർക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ, അഭയാർത്ഥികൾ എന്നുള്ള നിലയ്ക്കല്ലേ? ആഫ്രിക്കൻ കൺട്രിയുടെ പേരിൽ അങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ താമസിച്ച് അവർ ഇവിടുത്തെ ലാംഗ്വേജ് കുറച്ചൊക്കെ പഠിച്ച് അങ്ങനെ ഇവിടുത്തെ വിസ പെർമനന്റ് വിസ അല്ല, പക്ഷെ ഒരു 3 മാസത്തെ വിസ ഇങ്ങനെ കിട്ടി അങ്ങനെ അങ്ങനെ നിന്ന് പോകുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ആദിലിൻ്റെ സംസാരത്തിൽ ഞാൻ നേരത്തെ നോട്ട് ചെയ്തൊരു കാര്യം, പൊതുവേ നമ്മളിപ്പം നാട് വിട്ടു പോയ ആൾക്കാർ പഠിക്കുകയാണെങ്കിൽ ഫുള്ള് പഠനം, ജോലിയാണെങ്കിൽ ഫുള്ള് ജോലി. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളിപ്പം ഡ്യൂട്ടി ഷിഫ്റ്റ്, നിങ്ങൾ 3 ഷിഫ്റ്റുകളുണ്ട്, അതിൽ എനിക്ക് നോമ്പായതുകൊണ്ട് ഞാൻ ഈ ഒരു ഷിഫ്റ്റ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇനി അവസാനത്തെ ഒരു 10 നോമ്പിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഞാൻ ലാസ്റ്റ് 10 ദിവസം ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു ചിന്ത പറയൂ. ലീവ് എടുക്കണമെന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നു. അൽഹംദുലില്ലാ പടച്ചോനൊരു വഴി കാണിച്ചു തന്ന്. കയ്യിൽ ഇന്നലെ ഒരു ഇന്നലെ പള്ളിയിൽ നിന്ന് ക്യാബേജ് അരിഞ്ഞപ്പോ തട്ടിയതാണ്. അൽഹംദുലില്ലാ അതൊരു കാരണമായി. സബബ്. അല്ല, നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ക്യാബേജ് ഒക്കെ ആണോ അവിടെ ഉള്ളത്? എന്താണ് ആ ഫുഡ്? നിങ്ങൾ ക്യാബേജ് ഫുഡിന്റെ മുന്നായിട്ട് അവരൊരു സാലഡ് പോലെ ഉണ്ടാക്കും. അതില് ഈ ക്യാബേജ്, തക്കാളി, പിന്നെ കുക്കുംബർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം അത് കഴിക്കും. പിന്നീടുള്ള വിഭവം പിന്നെ അതിന്റെ ശേഷം എങ്ങനെ അതിനുശേഷമുള്ള നിങ്ങളുടെ വിഭവം എന്താണ് ശരിക്കും? നമ്മളെ ആൾക്കാർക്ക് അതായിരിക്കും അറിയേണ്ടി വരും. അതിനുശേഷം ഇവിടെ കൊടുക്കുന്നത് സുറുബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ്. അത് മട്ടന്റെ കറി പോലെ നമ്മളെ നാട്ടില്. ഈ മട്ടന്റെ കറിയില് കുറെ ഗ്രീൻ പീസും ചിക്ക് പീസും ചെറുപയർ പോലത്തെ കുറെ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തരുന്നതാണ്. അതിന്റെ കൂടെ വലിയൊരു ബണ്ണും ഉണ്ടാവും. എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് മുക്കി കഴിക്കുക. അത് കഴിഞ്ഞ് അത് ഒരു സ്റ്റാർട്ടർ എന്നുള്ള വിധത്തിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മട്ടന്റെ കാര്യങ്ങളും ചിക്കനും പിന്നെ കേക്കും ഒരുപാട് നല്ല വയറ് അത്താഴത്തിന് വരെ നിറഞ്ഞിരിക്കും. എന്തായാലും വിവാദത്തിന് സമയം ഉണ്ടാവില്ലേ ഭക്ഷണം കഴിച്ചു? ഇത് കേൾക്കുന്ന പുതിയ തലമുറയിലെ ആൾക്കാരൊക്കെ സ്ലൊവേനിയന്റെ വിസ ഇപ്പൊ തന്നെ റെഡിയാക്കും തോന്നുന്നുണ്ട് കേട്ടോ. ഫുഡ് താല്പര്യപ്പെടും. ഏതായാലും കൈയാണ് പണി മുടക്കിയത്, അതുകൊണ്ട് നമ്മളെ ബാധിക്കില്ലെന്നാ തോന്നുന്നത്. ഇവിടെ പിന്നെ സ്ലൊവേനിയയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഈ രാജ്യത്തെ പറ്റി അറിയുന്നത് എന്ന് വർദ്ധ തൊട്ടശ്ശേരിയറ പ്രതികരിക്കുന്നു. അതുമാത്രമല്ല, ഹുസൈൻ വി എം എന്ന് പറഞ്ഞ ഉപ്പുകുളം എടത്തനാട്ടിൽ നിന്നുള്ള സഹോദരൻ, ഇത് ഇൻഷാ അല്ലാഹ് ഇന്നും 1 രൂപ ചെലവില്ലാതെ തന്നെ ഞാൻ യൂറോപ്പിലെത്തി. ചെറിയ രാജ്യം അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞതിനോട് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പീസ് റേഡിയോ പ്രേക്ഷകർ ഓൺലൈനിൽ. പിന്നെ അവിടെ ഈ സ്ലൊവേനിയൻ രാജ്യത്ത് അവിടെയുള്ള മതങ്ങൾ, ഇപ്പോൾ മുസ്ലിങ്ങൾ കുറവാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു വലിയ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് അവിടെ 4-5 പള്ളികൾ മാത്രമേ ഉള്ളൂ. ദെൻ അവിടെയുള്ള മെജോറിറ്റി ആളുകളുടെ ഒരു മത കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരു ചെറിയൊരു ടൗൺ ഉണ്ടല്ലോ, അതിനത്ര പോലും വലുപ്പമൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ വളരെ ജനസംഖ്യയും കുറവാണ്. പിന്നെ ഇവിടെ നമ്മളിപ്പോ ഈ വിന്റർ സമയത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അധികം ആൾക്കാരും കാണാൻ കഴിയില്ല. നമ്മളിങ്ങനെ ഒരു വിജനമായ ഒരു സ്ഥലം പോലെ അങ്ങനെയൊക്കെ തോന്നും. വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു പോകുന്നത് മാത്രമേ കാണുള്ളൂ തണുപ്പുള്ള സമയത്ത്. അല്ലാത്ത സമയത്ത് കുറച്ചൊക്കെ ആൾക്കാരുണ്ടാവും. പിന്നെ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് എനിക്ക് ഒരു ഇസ്ലാമിക് കൾച്ചർ നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ അൽഹംദുലില്ലാഹ് ഇവിടെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു തോന്നല്. കാരണം അത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടുകൊണ്ടാണ്. അതായത് ആ ചെറിയൊരു വിഭാഗമാണ് അവര്, പക്ഷെ അവര് വളരെ 5 വക്ത് നിസ്കാരം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഏത് തണുപ്പത്തും മഞ്ഞ് പെയ്യുന്ന സമയത്തും എത്ര ദൂരെയാണെങ്കിലും വണ്ടി ഓടിച്ച് സുബൈക്ക് അവര്
പള്ളിയിലേക്ക് എത്തും. ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ സുബൈക്കും ഇശായിനുമാണ് ഏറ്റവും കൂടുതൽ നിസ്കരിക്കാൻ വേണ്ടി അവിടെ ആൾക്കാർ വരുന്നത്. മാഷാ അല്ലാ. അവിടുത്തെ ക്ലൈമറ്റോ ഇപ്പോൾ ഈ തണുപ്പാണോ ചൂടാണോ എന്താണ് അവിടെ ക്ലൈമറ്റ് ഇപ്പൊ ഇവിടെ 15 ഡിഗ്രിയാണ്. പക്ഷെ രാവിലെ ഒരു ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനൊക്കെ ആണ് ഉണ്ടാവാറ്. പിന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നൊക്കെ ഒരു മൈനസ് എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട്. അൽഹംദുലില്ലാ. മൊത്തത്തിലുള്ള ഒരു യൂറോപ്യൻ കൾച്ചറും അതുപോലെ തന്നെ ക്ലൈമറ്റും തന്നെയാണ് അവിടെ അല്ലേ? മൊത്തത്തിൽ തണുപ്പാണ് ഭൂരിഭാഗം സമയവും. അതെ. ഓക്കെ. പക്ഷെ തണുപ്പാണെങ്കിൽ പോലും എന്താണ് ചില സമയത്ത്, അതായത് സമ്മർ സമയത്ത് ഒരു 34 വരെയൊക്കെ വരാറുണ്ട്. 32 34 കാണിക്കാറുണ്ട്. അത് നമുക്ക് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റൂല. കാരണം തണുപ്പിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് വെച്ചിട്ട് ഇതിലേക്ക് കയറി വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അതിൽ നമ്മളിപ്പം റമദാൻ അക്രോസ് ദ വേൾഡ് എന്നുള്ള പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രോതാക്കളോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരാൾ വരാനുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ തിരൂർക്കാരായ ആൾക്കാർ പോലും ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ചോദിക്കട്ടെ, തിരൂർക്കാരൊക്കെ ചോദിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കട്ടെ. ഒരുപക്ഷെ ഫോണിൽ അവർ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടോ അവർ അയച്ച മെസ്സേജ് നിങ്ങൾ റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ലൈവായിട്ട് റിപ്ലൈ പറയേണ്ടി വരും. നിർബന്ധാവസ്ഥയാണ്. തിരൂരിന്ന് മൊയ്തീൻ NV തിരൂരിന്ന് ചോദിച്ചിട്ടുള്ളത്, ആദിൽ എന്നാണ് നാട്ടിൽ വരുന്നത്? നിങ്ങൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യണ ഒരു ചോദ്യത്തിന് മറുപടി ഇവിടെ ലൈവായിട്ട് നമ്മുടെ മൊയ്തീൻ NV തിരൂരിനോട് പറയേണ്ടി വരും. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കാൻ. മൊയ്തീൻക്ക് നാട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാന് മിക്കവാറും ഇൻഷാ അല്ലാഹ് ജൂണിൽ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന്റെ മുന്നായിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ എയർസ്പേസും യുദ്ധത്തിന്റെ ഒരു ഭീതിയൊക്കെ അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോ എന്തായാലും കണക്ഷൻ ഫ്ലൈറ്റ് ദുബായ് അതിൽ ഗൾഫ് കൺട്രീസ് വഴി വരാൻ കഴിയുള്ളൂ. GCC കൺട്രിയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഫ്ലൈറ്റ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ്. അവിടെ ഇസ്ലാമിക പഠന സംവിധാനങ്ങൾ, മദ്രസ സംവിധാനങ്ങൾ അങ്ങനെയുള്ള, ഇപ്പോൾ നമ്മളെ നാട്ടിൽ നമുക്ക് ഒരുപാട് പ്രബോധന ദാവ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരങ്ങളുണ്ടല്ലോ. സ്ലൊവേനിയ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരു ഇസ്ലാമിക് കൺസെപ്റ്റിൽ നമുക്ക് അങ്ങനെ സൗകര്യങ്ങൾ അവസരങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ നമുക്ക് ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റിനെ കാണാം. ശരിക്ക് ഇവിടുന്ന് ബോസ്നിയൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോ അവരെ ഇപ്പൊ നമ്മൾ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ മുസ്ലിംസിനെ കാണാം. പക്ഷെ അവരെ മുസ്ലിംസ് ആണെന്നുള്ള അവർക്ക് അതിന്റെ ഒരു എന്താ പറയാ, ഒരു പ്രാക്ടീസിങ് ഇല്ല അവർക്ക്. അവർ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇപ്പൊ ഈ പള്ളിയിൽ ഞാൻ എത്തിപ്പെട്ടപ്പോ അവിടെ എനിക്ക് തോന്നിയത്, അവിടെ എല്ലാ ഞായറാഴ്ച ശനിയാഴ്ചകളിലൊക്കെ അവിടെ മദ്രസ പോലെ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി, അൽഹംദുലില്ലാ. പിന്നെ അവിടുത്തെ കുട്ടികളാണ്, അപ്പൊ വലിയ മുതിർന്ന ആൾക്കാരല്ല, കുട്ടികളാണ് ഇപ്പൊ അവിടെ ഇമാമായിട്ടൊക്കെ നിൽക്കുന്നത്. ഒരു 15-ന്റെയും 30-ന്റെയും ഇടയിലുള്ള കുറച്ച് പയ്യന്മാരാണ് അവിടെ ഇമാമായിട്ട് ഖുർആനെ ഹാഫിളായിട്ടൊക്കെ അവിടെ എന്താ പറയാ ഇമാമായിട്ട് ഇതിന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അൽഹംദുലില്ലാ. അത് ഇവിടെ ഉള്ള കുറച്ച് വിഭാഗം മനുഷ്യന്മാരുണ്ട്. അവർക്ക് ഈ ദീന ശരിക്കും ഉള്ളിൽ കയറിയിട്ട് ആ രീതിയിൽ കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികൾ ഒരുപാട് മദ്രസ ക്ലാസ്സുകളിലൊക്കെ കാണാം. പക്ഷെ വേറൊരു വിഭാഗം ഉണ്ട്, ഇപ്പൊ പുറത്തിറങ്ങിക്കഴിഞ്ഞാല് ലിബറൽ ലൈഫായിട്ട് ഫുള്ള് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ യൂറോപ്പിന്റെ പൊതുവെ ഒരു സ്റ്റൈലാണല്ലോ. അതിൽ നിന്നിപ്പോ ഒരുപാട് ആൾക്കാർ മാറി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളെ വേറൊരു ശ്രോതാവ് ചോദിച്ചതേ, ഇപ്പോൾ നമ്മളവിടുത്തെ വിശേഷങ്ങൾ ദീനിയായ സാഹചര്യമൊക്കെ ഇവിടെ അങ്ങനെ പറയുമ്പോൾ തന്നെ ശ്രോതാക്കൾ ചോദിക്കുന്നത് വേറെ തലം കൂടി ഉണ്ട്. ശരിക്കും നോമ്പ് തുറക്കുമ്പോൾ ചില വിഭവങ്ങൾ വേണമല്ലോ. അപ്പോൾ ഒരു ഉമ്മയുടെ വാത്സല്യത്തോടെ നമ്മുടെ ഒരു ശ്രോതാവ് നിങ്ങളോട് ചോദിക്കുകയാണ്, റമദാൻ ആയതിനു ശേഷം കുറേ രാജ്യങ്ങളിൽ പോയി വന്നു, അൽഹംദുലില്ലാ. ആദിലിൻ്റെ വിവരണം കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തഖ്വയോടെയുള്ള ജീവിതം അല്ലാഹു നിലനിർത്തി തരട്ടെ എന്നാണ് നമ്മുടെ സഫിയ എടപ്പാൾ എന്ന ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സഫിയ കെ തിരുവങ്ങാടി, ഈ രാജ്യത്തെപ്പറ്റി ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്, പക്ഷേ അവിടെ പത്തിരി ഇറച്ചിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിക്കൻ ഷോർബയാണോ പ്രധാന ഇഫ്താർ ഐറ്റം എന്നാണ് അമീർ ചോദിച്ചത്. ഇങ്ങനെ മട്ടൻ ഷുറൂബ സൗദിയിലാണ് കൂടുതൽ കിട്ടുന്നത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നിങ്ങളോടൊപ്പമുണ്ട്.
നിങ്ങളെ അതല്ലേ എനിക്ക് രസകരമായ ഒരു അനുഭവം ഇവിടെയും ഇതിൽ വന്നത് എന്താണെന്ന് അതിൽ ചെറിയൊരു സംഘം അല്ലെങ്കിൽ ചെറിയ രാജ്യം നിങ്ങൾ പറഞ്ഞപ്പോൾ ഗുഹാവാസികളെയാണ് ഓർമ്മ വന്നത് എന്നാണ് വർദ്ധ തോട്ടശ്ശേരിയാർ എന്ന് പറഞ്ഞ സഹോദരി പറഞ്ഞത്. Yes. ഉം, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഉം. ഏതായാലും ലോകത്തിന്റെ എവിടെയാണെങ്കിലും തഖ്വ അല്ലേ അതൊക്കെ പിന്നെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് യൂറോപ്യൻ പോലെയുള്ള ഒരു രാഷ്ട്രത്തിൽ നിൽക്കുമ്പോൾ രണ്ട് തലം പറഞ്ഞു മൂപ്പര്. അതെ ഇവിടുത്തെ ലിബറൽ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു, ഉം. ഒന്ന് കുറച്ച് നന്നായിട്ട് അതെ ഇഖ്ലാസോട് കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി അതിൽ അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാനുള്ളത്, പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദ്യം ഇരുന്നത് നമ്മളത് ചോദിക്കാത്തതുകൊണ്ടാണ്. ആ. അപ്പോൾ നിങ്ങൾ സ്ലൊവേനിയയിലേക്ക് എത്തി, ഇനിയും അവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത് മേഖലയിലാണ് ഉള്ളത്? ഇവിടെ എന്ത് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഇവിടുത്തെ ലാംഗ്വേജ് അത് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഉയരത്തിലും എത്തിപ്പെടാം. അതിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ലാംഗ്വേജ് ഇംഗ്ലീഷും കൂടെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഭയങ്കര ഉയരത്തിൽ എത്തിപ്പെടാം. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പൊ മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്, കാറിന്റെ ഒക്കെ ഒരുപാട്. ഇപ്പൊ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനി എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. അവിടെ അതായത് ഇപ്പോ ജർമ്മനിക്കുള്ള അല്ലെങ്കിൽ ബെൻസ് എല്ലാ കമ്പനീസിക്കുള്ള എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം ഒക്കെ ചെയ്യുന്ന കമ്പനി. അപ്പൊ ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് കുറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് കമ്പനീസ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത്, നെതർലാൻഡ്സ്, ജർമ്മനി, അങ്ങനത്തെ ഓസ്ട്രിയ, അങ്ങനത്തെ രാജ്യത്തൊക്കെ ഇവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഈ പ്രൊഡക്ഷൻ ഫീൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനൊക്കെ ഭയങ്കര സ്കോപ്പുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. പക്ഷെ അതിന്റെ കൂടെ ഇവരെ ലാംഗ്വേജും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഭയങ്കര ഉയരത്തിലേക്ക് എത്താം. പിന്നെ IT ഫീൽഡിൽ ഇവിടെ മസ്റ്റായിട്ട് ഇവർ ഇത് പഠിച്ചിരിക്കണം. അതായത് മസ്റ്റായിട്ട് ഇവിടെ ലാംഗ്വേജ് പഠിച്ചിരിക്കണം IT ഫീൽഡിലൊക്കെ. ഈ IT ഫീൽഡ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ അവിടുത്തെ ലാംഗ്വേജ് പ്രയാസമാണോ പഠിക്കാൻ ശരിക്ക്? ഓ 2 വർഷമായിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല. എന്നാലും അൽഹംദുലില്ലാ കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവും. ഏത് ഒരു വലിയ വലിയ ഗ്രാമറൊക്കെ ഉള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ലാംഗ്വേജ് ആണ്. ഏത് ഭാഷയോടാണ് കൂടുതൽ സാമ്യം ഉള്ളത് ശരിക്ക്? അതായത് ലാംഗ്വേജ് ഒക്കെ എഴുത്തൊക്കെ വരുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. ആ ഇംഗ്ലീഷിന്റെ ചില വാക്കുകൾ ഇപ്പൊ സിന്റെ എച്ചിന്റെ മുകളിലൊക്കെ 2 ചെറിയ റഷ്യൻ ലാംഗ്വേജ് പോലെ 2 അപ്പോസ്ട്രോഫി ഒക്കെ ഇട്ടിട്ടുള്ള ലാംഗ്വേജ് ആണ്. വായിക്കാൻ നമുക്ക് വായിക്കാൻ പറ്റും, പക്ഷെ അത് വായിച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും മലയാളത്തിന്റെ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് മലയാളം പൊതുവെ ഒരു ടഫസ്റ്റ് ലാംഗ്വേജ് തന്നെയാണല്ലോ. അതെ, അതുപോലൊക്കെ തന്നെ. അതെ. ഓക്കെ, നമ്മളിപ്പം അവിടെ ഇപ്പോൾ ഇത്രയും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന നിലക്കും അവിടുത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ള നിലക്കൊക്കെ ചോദിക്കാനുള്ളത്, നമ്മളിപ്പം ഈ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയെ അവിടെ വാർത്തെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ മദ്രസ വിദ്യാഭ്യാസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? മദ്രസ വിദ്യാഭ്യാസം ഇവര് ഒരു ശനി ഞായർ ദിവസങ്ങളിൽ കുറച്ച് മണിക്കൂറുകൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിയെടുത്തു. ഓക്കെ. അപ്പൊ അവര് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ മക്കൾ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് അവിടെ ഉണ്ടാവുക. പിന്നെ പുറത്തുനിന്ന് വന്ന ഇതേപോലെ പുറം രാജ്യത്തു നിന്ന് വന്ന അറബ്സ് കൺട്രീസും കസാക്കിസ്ഥാൻ അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നവരെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇപ്പോ അവിടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ ആ രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ മറുഭാഗത്ത് യൂറോപ്യൻ കൾച്ചറായിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ പോകുന്നവരുണ്ട്. 2 രീതിയിൽ ജീവിക്കേണ്ടവർക്ക് എങ്ങനെ വേണമെങ്കിലും ചോയ്സ് ചെയ്യാം. അല്ല, ഈ ഒരു ബോണ്ട് അവര് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു പക്ഷേ എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ അവസരം കിട്ടിയതിലേറെ അധികം എനിക്ക് അവിടെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനുള്ളൊരു അപ്പോൾ ഒരുപാട് നിങ്ങളെ പോലെ തന്നെ ഒരുപാട് അനുഭവം വേറെ പലർക്കും ഉണ്ടാവുമല്ലോ. അതിനുള്ളൊരു സാഹചര്യം അവർ ഉണ്ടാക്കിയെടുക്കാൻ അവര് ചെയ്യണത് എന്താണ്? അവര് അതായത് ഈ പള്ളിയിലത്തെ ആൾക്കാർ ചെയ്യുന്നതാണോ ഉദ്ദേശിച്ചത്? പക്ഷെ അത് മെയിനായിട്ട് ഞാൻ ഇവിടുന്ന് കണ്ടത്, എനിക്ക് അവിടെ ഇഷ്ടം തോന്നിയതാണ് ആ പള്ളിയിൽ. കാരണം ഞാൻ ഫസ്റ്റ് തവണ കയറിയപ്പോ തന്നെ ഭയങ്കര ഇസ്ലാമിക് രീതിയിലുള്ള ഭയങ്കര തെക്കുവയുള്ള രീതിയിൽ എനിക്ക് തോന്നി. കാരണം ആ രീതിയിൽ ഫോളോ ചെയ്യുന്ന നിസ്കാരമൊക്കെ ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചപ്പോ തന്നെ ഇമാമ് വന്നിട്ട്
ഒരു ലോറ നിസ്കാരാണെങ്കിൽ ഒരു 2 സഫ് 3 സഫ് ഒക്കെ ഉണ്ടാവുള്ളൂ ആൾക്കാര്. ഇമാം വന്നിട്ട് കാലൊക്കെ ഒതുക്കി ചേർത്ത് വെച്ചിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവര് ഇമാമ് നിസ്കരിക്കുന്നത്. മാഷാ അല്ലാ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ പള്ളിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഷോപ്പ് പോലെ ഉണ്ട്. അവിടുന്ന് നമുക്ക് അവര് ഡ്രിങ്ക്സ് തരും. ഫസ്റ്റ് ആയിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര നല്ല രീതിയിലാണ് എന്നെ അവർ ട്രീറ്റ് ചെയ്തത്. ഉം. പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് അൽഹംദുലില്ലാ ഒരു പക്ക രീതിയിലുള്ള ഇസ്ലാമിക് പെർഫെക്റ്റ് പ്രാക്ടീസിങ് ആണെന്ന് തോന്നി എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ സ്ഥിരം പോയി തുടങ്ങിയപ്പോ പിന്നെ അവിടുത്തെ ആൾക്കാരായിട്ട് എനിക്ക് ഭയങ്കര കണക്ഷനായി. അപ്പൊ ഇന്നലെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും പിന്നെ അവിടുന്നാണ് അവിടുത്തെ ആൾക്കാരെ നല്ലൊരു കൂട്ടുകാരുണ്ട് എനിക്ക്. അപ്പൊ അവനാണ് കൊണ്ടുപോയത്. അവന് വീട്ടിൽ നിന്ന് എനിക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ കൊടുന്നു. അവന് ഒരു മുസല്ലായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ് നിസ്കരിച്ചത്. അപ്പോ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഒന്ന് മാറിയിട്ട്, പക്ഷെ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ അതിനൊന്നും അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നല്ല എനിക്ക് സപ്പോർട്ട്. തോന്നുന്നു ഇന്ത്യയിലെ നോർത്ത് സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും നിസ്കരിക്കാനൊന്നും പറ്റൂല. ഓക്കെ. ഏതായിരുന്നാലും നല്ലൊരു ഇസ്ലാമിക സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യം തന്നെയാണ് യൂറോപ്യൻ കൺട്രി ആണെങ്കിലും, അല്ലേ? അതാണ് നിങ്ങൾ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ കൂടി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒട്ടും പരിചയമില്ലാത്ത ഒരുപാട് ആളുകളെ പ്രാർത്ഥനകൾ കിട്ടാനുള്ള ഒരു അവസരം കൂടിയായി പീസ് റേഡിയോയിലെ ഈ ഒരു ആമീൻ, ആമീൻ. അസ്സലാമു അലൈക്കും. ആദിലിനെ മരണം വരെ തെക്കുവയോട് കൂടി ജീവിക്കാനുള്ള കഴിവ് അള്ളാഹു തരട്ടെ. മാതാപിതാക്കൾക്കും ആമീൻ. സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് സഫിയാക്കിയ തിരങ്ങാടി എന്ന സഹോദരി. വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനതിൽ ഒരാൾ പ്രധാനപ്പെട്ട ബയോഡാറ്റ ഇവിടെ തരുന്നുണ്ട് കേട്ടോ. ഡ്രൈവർമാർക്ക് വല്ല ചാൻസും കിട്ടുമോ? സ്ലൊവേനിയൻ ഭാഷ അറിഞ്ഞിരിക്കാൻ നിർബന്ധമുണ്ടോ? അറബി ഭാഷ മതിയോ എന്നൊക്കെ ഉണ്ട്. നമുക്കറിയണല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഹുസൈൻ വി എം എടുത്തനാട് ചോദിച്ചതാണ്. സ്ലൊവേനിയയിലെ ട്രക്ക് ഡ്രൈവർമാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ. Okay. പക്ഷെ അത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് എക്സാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി, നല്ല സാലറി കിട്ടുന്ന ജോലിയാണ്. ഇവിടെ സഫിയ അടപ്പാൾ എന്ന് പറഞ്ഞ അതിന് സഹോദരി എനിക്ക് എഴുതി പറഞ്ഞൊരു കാര്യം, റമദാൻ ആയതിനു ശേഷം കുറേ രാജ്യങ്ങളിൽ പോയി വന്നു. അൽഹംദുലില്ലാ ആദിലിന്റെ വിവരണം കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്നുള്ള ഒരു പ്രാർത്ഥനയും ഇതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിൽ കയ്യിലെ ഒരു മുറിവ് കാണിച്ചു. നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇപ്പം എന്തായാലും ഉമ്മ കാണും. ഇമ്മാനോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടോ? അവനോട് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് തമാശ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഉമ്മാണ്ട് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ കല്യാണം കഴിഞ്ഞതാണ്. വൈഫിനോടും പറഞ്ഞപ്പോ അവളും പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു എന്നോട് കേട്ട്. ഓക്കെ, അത് ചോദിച്ചോട്ടെ. ഇപ്പോൾ വൈഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫാമിലിയോട് കൂടിയിട്ട് അവിടെ ജീവിക്കുന്നതിനെ കുറിച്ചുള്ള അവസ്ഥ, ആ ഒരു സാഹചര്യം കൂടി. ഇൻഷാ അള്ളാ ഞാൻ നോക്കുന്നുണ്ട്. ഞാനിപ്പോ വർക്ക് വിസയിലേക്ക് മാറിയിട്ടുള്ളൂ. ഇപ്പോ എനിക്ക് തോന്നുന്നു വർക്ക് വിസയിൽ മാറിക്കഴിഞ്ഞാൽ 6 മാസം ഇവിടെ സ്റ്റേ ചെയ്താല് അതിന്റെ സോഴ്സ് ഓഫ് ഇൻകം കാണിച്ചാലേ ഇങ്ങോട്ട് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ 6 മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇൻഷാ അള്ളാ അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. ഇൻഷാ അള്ളാ ദുആ ചെയ്യും. എളുപ്പമാക്കി തരട്ടെ. പിന്നെ ഈ ഡെയിലി എക്സ്പെൻസുകളൊക്കെ എങ്ങനെയാണ് ഒരു ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? യൂറോപ്പിലൊക്കെ സാധാരണ പറയാറുള്ളത് വെച്ചാൽ അവിടെ കിട്ടുന്നതിന് എത്രയാണോ അതിന്റെ ഡബിൾ അവിടെ ചിലവാകുന്നതാണ്. പിന്നെ പ്രവാസമായിട്ട് അവിടെ അങ്ങനെ കൂടാന്നല്ലാതെ ഒരിക്കലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവാറില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സോ നിങ്ങളെ ഇവിടെ ഇവര് ടാക്സ് ഇവിടെ ഭയങ്കര ടാക്സ് ആണ്. പക്ഷെ നമുക്ക് സാലറി കയറുമ്പോൾ ടാക്സ് ഒക്കെ പിടിച്ചിട്ടുള്ള എമൗണ്ട് തരുള്ളൂ. അത് ഗവൺമെന്റ് അത് പിടിച്ചിട്ടേ തരുള്ളൂ. പിന്നെ ഇവിടുത്തെ ചെലവ് എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നതിനാണ് ഭയങ്കര ചെലവുള്ളത്. ഫുഡിന് അധികം ചെലവില്ല. താമസിക്കുന്നതിന് അത്യാവശ്യം ചെലവ് വരുന്നുണ്ട്. പിന്നെ അതന്നെ പറയപ്പോഴും എല്ലാവരും യൂറോപ്യൻ കൺട്രീസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കിട്ടുന്നതിന്റെ ഒരു കാര്യങ്ങള് ഒരു നിശ്ചിത ശതമാനം ഇവിടെ ചെലവാക്കിയിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമല്ല, അത് ചെലവാക്കി പോകും. കാരണം അപ്പാർട്ട്മെന്റിനും നമ്മളെ ബസ് കാർഡ്, മറ്റേ ട്രാൻസ്പോർട്ടേഷന്, പിന്നെ ഇവിടുത്തെ ഫുഡ്, അങ്ങനത്തെ എല്ലാത്തിനും നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് ചെലവായി പോകും. അത് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത്, പിന്നെ നോമ്പ് ശരിക്കും നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ നിന്ന് നോൽക്കുന്ന ഒരു നോമ്പിനെ കുറിച്ചും അവിടുത്തെ ഒരു നോമ്പിനെ കുറിച്ചും സിമിലാരിറ്റി പറയാം. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കാം. റമദാനാണല്ലോ. എനിക്ക് നാട്ടിലത്തത് ഒന്ന്
കൂടുതൽ മെച്ചമായിട്ട് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഞാൻ എപ്പോഴും ആലത്തിയൂര് നിങ്ങൾക്ക് അറിയോ ദാറുൽ ഖുർആൻ ഓക്കെ മസ്ജിദ് തീർച്ചയായും. ഹലോ കേൾക്കാം കേൾക്കുന്നുണ്ട് കേൾക്കാം കേൾക്കാം. ആലത്തിയൂര് ദാറുൽ ഖുർആൻ മസ്ജിദിലേക്ക് ഞാൻ നാട്ടിൽ നിന്ന് അതേപോലെ പള്ളിയിലേക്ക് കൂടിയിരുന്നത്. അവിടുത്തെ അവിടെ ഒരു ഹാഫിളാവുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ആ അവിടുത്തെ കുട്ടികളെ റെസിറ്റേഷന്റെ ആ ഒരു ഭംഗി എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഉം. അത് നാട്ടിൽ എനിക്കൊരു ഭയങ്കരതായിട്ട് തോന്നിയതാണ്. ബാക്കി എല്ലാ വിധത്തിലും നാട്ടിലത്തതും നാട്ടിലെ ഒരു ആകെയുള്ള ഒരു മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിലാകുമ്പോൾ നമുക്ക് ഫാമിലിയുടെ കൂടെ ഒക്കെ ഇരിക്കാം. ഇവിടെ നമുക്ക് ഒറ്റക്ക് കാര്യങ്ങള് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പള്ളിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ പേരിൽ നമുക്ക് കൂടുതൽ സമയം ആരാധനയിൽ ഇരിക്കാം. കാരണം ഭക്ഷണം ഉണ്ടാക്കാനൊന്നും നമുക്ക് അധികം അതിനുവേണ്ടി സമയം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോ ഞാൻ മുന്നേ കേട്ടിരുന്നു. ഇപ്പോ ഇവിടെ എത്തിയതിനു ശേഷം ഈ നോമ്പിന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എയർപോർട്ട്സ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കേൾക്കാറുണ്ട് ചില സമയത്ത്. പുതിയ കോഴ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കോഴ്സുകളൊക്കെ അറബി ഭാഷ പഠിക്കാനും. അതിൽ റെഡി ആവണേ നമുക്ക് സ്ലൊവേനിയൻ ഭാഷ കുറെ അറബ്സ് വന്നിട്ടുണ്ട്, അവരിങ്ങോട് ഇങ്ങനെ പറയും. ഇൻഷാ അല്ലാ. കുറെ അറബ്സ് വന്നതിന്റെ പേരിൽ അവരിങ്ങോട് പറയും ഖുർആന്റെ ഭാഷയാണ് പഠിക്കണം നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. എന്തായാലും അള്ളാഹു കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരട്ടെ. അതിലിത് പറഞ്ഞ സമയത്ത് നമുക്ക് പറയുന്നത് മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമ്മൾ കാണാറുള്ളത് വിശുദ്ധ ഖുർആൻ അറബിയിൽ അവർക്ക് അറിയില്ല, അവരുടെ ഭാഷയെ അറിയുള്ളൂ. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് അവിടെ ഒരു അഭിമാനത്തോടെ നമുക്ക് പറയുന്നത് വെച്ചാൽ ഖുർആൻ ഓതാ എന്തായിരുന്നാലും നമുക്ക് അറിയണ്ടല്ലോ അല്ലെ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ കൂടുതൽ ഗ്രാസ്പിംഗ് എന്ന് നമുക്ക് അറിയാത്തുള്ളൂ. അതിനുള്ള അവസരമാണ് പീസ് റേഡിയോ ഇതിലൂടെ ഒരുക്കുന്നത്. തീർച്ചയായിട്ടും ബാക്കിയുള്ള പല രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായിട്ട് ഓതാൻ, അതുപോലെ അത്യാവശ്യം വേണ്ട അറബിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ നമുക്ക് കേരളക്കാർക്ക് സാധിക്കാറുണ്ട്. അത് ചില തീർച്ചയായിട്ടും വാക്കുകളൊക്കെ നമുക്ക് എന്താ അവര് പറയുമ്പോൾ മനസ്സിലാവും. അതെ. ഇവിടെയുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നത് മുന്നേ ഉള്ള അവരുടെ പ്രീവിയസ് ലൈഫ് അവര് ലിബറൽ ആയിട്ട് ജീവിച്ചിട്ട് അതിൽ നിന്ന് അവര് ഒരു സമാധാനം കണ്ടെത്താഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് പഠിച്ചു വന്നവരാണ്. അപ്പോ ചില ആൾക്കാര് പ്രായമായ ആൾക്കാരൊക്കെ ഖുർആൻ പഠിക്കുന്നത് കാണണം. അവിടെ ഒരു ഉസ്താദുണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവരെ അടിയിൽ ഇരുന്നിട്ട് പ്രായമായ ഒരുപാട് ആൾക്കാർ ഖുർആൻ ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടൊക്കെ പഠിക്കുന്നത് കാണാം. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനൊന്നും ഒരു ഇത് കണ്ടിട്ടില്ല ഞാന്. അതെ, ആ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം അവര് മാറ്റത്തിന് തയ്യാറായി വന്നല്ലേ. അതെ, അവരുടെ കയ്യിലൊക്കെ ടാറ്റു ഒക്കെ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അവര് സുബൈക്കൊക്കെ അത്രയും നേരത്തെ എണീച്ചിട്ട് വരും. ആ രീതിയിലുള്ള പ്രാക്ടീസിങ് അൽഹംദുലില്ലാ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മള് വളരെ ചെറുതാന്നൊക്കെ തോന്നിപ്പോകും. ഇത് കണ്ടുകൊണ്ടിരിക്കണ ചില രക്ഷിതാക്കളെങ്കിലും നമ്മുടെയൊക്കെ പുതുതലമുറ എത്തിപ്പെട്ട ഒരു മേഖല അവസ്ഥ അത് ശരിക്കും ഒന്ന് റീഡ് ചെയ്യണത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാൻ തോന്നുന്നത്. അതെ, ലിബറൽ ചിന്താഗതികളിലൂടെയൊക്കെ ജീവിച്ച ആളുകൾ ആ രാജ്യങ്ങളൊക്കെ തിരിച്ച് ദീനിലേക്ക് വരുന്ന കാഴ്ചകളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ഇപ്പോൾ യു കെയിലൊക്കെ ആവട്ടെ, പല രാജ്യങ്ങളിലുള്ള നമ്മളെ ഇതുപോലെയുള്ള അതിനെ പോലെയുള്ള ജോലിക്കോ പഠിക്കാനൊക്കെ വേണ്ടി പോയ ആളുകൾ. അപ്പോൾ തീർത്തും ഒരു മതനിരാസത്തിൽ നിന്നും അവർക്കിപ്പോൾ ആത്മസംതൃപ്തി കിട്ടുന്ന ദീനി രംഗത്താണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും തയ്യാറാകുമ്പോൾ ഇവിടെ നേരെ വിപരീതമായൊരു കാഴ്ചയാണ്. ഇസ്ലാമിനെ പുച്ഛിച്ച് തള്ളാനൊക്കെയാണ് പലപ്പോഴും. അതിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ഒക്കെ മക്കൾ പെടുന്നുണ്ടോ എന്നുള്ളൊരു ശ്രദ്ധ ഈ ഒരു സമയത്ത് വേണമെന്ന് കൂടി നമുക്ക്. അതിൽ പറഞ്ഞ പോലെ ടാറ്റു അടിച്ച ആൾക്കാരൊക്കെ ഒന്ന് സുബൈക്ക് അത്ര നേരത്തെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര അവർക്ക് ജീവിതം പഠിപ്പിച്ചു കൊടുത്ത വലിയൊരു തിരിച്ചറിവ് തന്നെയാണത്. പക്ഷെ അത് ഒരുപാട് ആളുകൾക്കുള്ളൊരു തിരിച്ചറിവായി മാറട്ടെ. അതിൻ്റെ ഒരു അതിൽ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നമ്മുടെ പീസ് റേഡിയോ പ്രേക്ഷകരോട് എന്തെങ്കിലും പങ്കുവെക്കാനുള്ള അവസാന സമയങ്ങളാണ് നമ്മൾ. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമുള്ള ഒരു ഗ്രന്ഥമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്ലാമിന്റെ ഏതൊരു ആരാധനാ കർമ്മമാണെങ്കിലും അതൊന്നും മനുഷ്യന്റെ ഒരു കൈക്കടത്തലുകളും ഇല്ലാതെ ദൈവത്തിൽ നിന്ന് ഇറങ്ങിയതാണ്, പടച്ചവനിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പൊ എന്ത് ചെറിയ ഒരു ഇസ്ലാമിന്റെ ഒരു ആക്ടിവിറ്റി ആണെങ്കിലും ഇപ്പോൾ വലത്തേ കൈയായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ
അപ്പോ നമ്മൾ പരമാവധി ആ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനനുസരിച്ച് ജീവിക്കുന്നത് ജീവിതത്തിന് ഭയങ്കര സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ലൈഫിലും അടുത്ത ലൈഫിലൊക്കെ ഇൻഷാ അള്ളാ. അപ്പൊ ആ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഖുർആൻ, അപ്പൊ ആ പടച്ചവന്റെ വചനമായിട്ടുള്ള ഖുർആൻ നമ്മള് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ വെറുതെ വായിച്ചു പോകാതെ അതിന്റെ മലയാളം അല്ലെങ്കിൽ ഏതാണ് അവരുടെ ലോക്കൽ ലാംഗ്വേജ് അതിലൊന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരിക്കലെങ്കിലും നമ്മുടെ സൃഷ്ടാവ് എന്താണ് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മളൊരു ബാധ്യതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അതൊന്ന് മാഷാ അല്ലാ. മനസ്സിലാക്കി എടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഇൻഷാ അള്ളാഹ് പടച്ചോനെ എനിക്ക് തൗഫീഖ് നൽകട്ടെ എല്ലാവർക്കും. ആമീൻ. ബാറക്കല്ലാഹു ഫീക്ക്. ജസാക്കല്ലാ ഖൈറൻ. ഒരുപാട് ആളുകളെ ഇനിയും ഫീഡ്ബാക്കിലുണ്ട്, അതും കൂടി വായിക്കണേ നമുക്ക് സമയമില്ല. എന്തായിരുന്നാലും ഈ ഒരു ശ്രോതാവ് പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആ. കാരണം നമ്മൾ അവസാന സമയം ഒരു പ്രാർത്ഥനയാണല്ലോ ആദിലിന് അതെ അതെ കൊടുക്കേണ്ടത്. ഉം. അപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നാട് വിട്ടു പോയാൽ നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് വിചാരിക്കുന്ന കാലത്ത് ദീൻ ചേർത്ത് വെച്ച് ആദിൽ ജീവിക്കുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. പടച്ച റബ്ബ് ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന വർദ്ധ തോട്ടിശ്ശേരിയുടെ ഒരു മെസ്സേജ് വായിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. ആമീൻ. അപ്പോൾ എന്തായിരുന്നാലും അതിൽ നാട്ടിൽ വരുമ്പോൾ പീസ് റേഡിയോ ഒന്ന് വരണമെന്ന് കൂടി പറയണം. നമുക്ക് ഇവിടെ നേരിട്ടിരുന്നു. ഞാൻ ആ. ഒരു തവണ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ അവിടെ. ആ മാഷാ മാഷാ അല്ലാ, അല്ലാ. മാഷാ അല്ലാ. ഇൻഷാല്ല ഇനി നാട്ടിൽ വരുമ്പോൾ സ്ലവേലിയൻ അനുഭവങ്ങളുമായിട്ട് ഡയറക്റ്റ് നമുക്ക് സുഹേർക്ക് നമ്മൾ ഇരിക്കണ പോലെ ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കണം. അള്ളാഹു നിങ്ങൾക്ക് ഖൈറും വർക്കത്തും നൽകുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ ആമീൻ. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളെപ്പോലെ ജോലി ആവശ്യാർത്ഥം പഠന ആവശ്യത്തിനൊക്കെ പോയി ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് മലയാളികൾ, ആ മലയാളികൾ അതുപോലെ മറ്റുള്ള ആളുകൾ എല്ലാവർക്കും അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മകൾ നൽകട്ടെ. സുന്ദരമായ ജീവിതം നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാരത്രിക മോക്ഷം, പരലോക മോക്ഷം അള്ളാഹു നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരും ഒരുമിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന പീസ് റേഡിയോയുടെ കൂടെ ഉണ്ടാവും എന്നറിയിക്കണം. ഇൻഷാ അല്ലാഹ് പങ്കുചേർന്നതിൽ ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി പീസ് റേഡിയോയ്ക്ക് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.